Good morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So, we are on the 66th lecture of Income Tax Law and Practice. We are on the next head of income, that is income from other sources. As we all know that we have 5 heads of income. Income from salary, income from house property, profit and gains from business or profession, capital gain and income from other sources. So, നമുക്ക് ഈ 4 ഹെഡിൽ ഏതൊക്കെ ഇൻകംസ് ആണ് വരുന്നതെന്ന് നമുക്കറിയാം. സോ ഈ 4 ഹെഡിൽ വരാത്ത എല്ലാ ഇൻകവും വരുന്ന ഹെഡ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ the incomes which are not taxable under the first 4 heads of income is taxable under the head income from other sources. This is the 5th head of income and it is also known as residuary head of income. So what do you mean by residuary? Residuary means മിച്ചം വരുന്നത്. അതാണ് residuaryയുടെ meaning. So എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ residuary head of income എന്ന് വിളിക്കുന്നത്? Because ബാക്കി എല്ലാ ഹെഡിലും 4 ഹെഡിലും വരാത്ത ഇൻകംസ് ആണ് നമ്മൾ എവിടെ ചാർജ് ചെയ്യുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. സോ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കുറേ ഇൻകംസ് ആണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ എന്താ പറയാ നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ ഒരുപാട് ഇൻകംസ് ഉണ്ട്. അതിലൊരു 23 ഇൻകം ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. Okay, so the following incomes are taxable under the head income from other sources. അപ്പോൾ നിങ്ങൾ ഈ 23 ഐറ്റംസും പഠിക്കണം, കാണാതെ പഠിക്കണം. സോ എങ്കിൽ മാത്രമേ ഈ ഐറ്റം കാണുമ്പോൾ നമുക്ക് ഇത് ഈ ഹെഡിലാണ് വരുന്നതെന്ന് അറിയാൻ പറ്റും. Are you clear? സോ അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാൻ പോവാം. നമ്പർ 1 is interest on bank deposit. നമ്മൾ ബാങ്കിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ്, അത് പ്രൊഫഷൻ നമുക്കറിയാം. ചിലപ്പോൾ പ്രൊഫഷണൽ പർപ്പസിന് വേണ്ടിയാണ് ലോൺ എടുത്തതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതിൽ നിന്ന് കിട്ടുന്ന അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ഇൻകം ഫ്രം പ്രൊഫഷനിൽ എഴുതും. ബട്ട് ഇവിടെ ഇൻകം ഓൺ ബാങ്ക്, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. നമ്മൾ ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. മറ്റേ നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് is taxable under income from other sources. Next one is examination fee. For example, ഇപ്പൊ ഞാനിപ്പോ യൂണിവേഴ്സിറ്റി എക്സാം ഇൻവിജിലേറ്ററായിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പൊ അതിൽ കിട്ടുന്ന എനിക്ക് എക്സാം ഫീസ് ഞാൻ എന്റെ സാലറി ഹെഡിൽ അല്ല കാണിക്കുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ദി income from other sources because there is no employer relationship there. എനിക്ക് എന്റെ എംപ്ലോയർ തരുന്ന സാലറി ആണ് ഞാൻ ഏത് ഹെഡിൽ കാണിക്കുന്നത്? ഇൻകം ഫ്രം സാലറി. ബാക്കിയെല്ലാം ഇപ്പൊ എക്സാമിനേഷൻ ഫീസ് എന്ന് പറയുന്നത് എനിക്ക് വേറൊരു ഔട്ട്സൈഡ് എംപ്ലോയർ തരുന്നതാണ്. അത് ഞാൻ ഏത് ഹെഡിലാണ് കാണിക്കുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ, അപ്പൊ നമ്മൾ ആർക്കെങ്കിലും ലോൺ കൊടുത്തു, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്. Are you clear? നമ്മളൊരു പർട്ടിക്കുലർ ഒരാൾക്ക് ലോൺ കൊടുത്താൽ ഇപ്പൊ നമ്മളൊരു അത് നമ്മളെ ബിസിനസ് അല്ല എങ്കിൽ, അതാണ് നമ്മളുടെ ബിസിനസ് എങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം ബിസിനസ്. അത് നമ്മുടെ ബിസിനസ് അല്ല, നമ്മൾ ഒരു പർട്ടിക്കുലർ പേഴ്സണ് ലോൺ കൊടുത്തു, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ഏത് ഹെഡിലാണ് ടാക്സ് ചെയ്യുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. നെക്സ്റ്റ് വൺ ഇസ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എ ഫോറിൻ ഗവൺമെന്റ്. നമ്മളൊരു ഫോറിൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് is taxable under the income from other sources. Then directors fees. ഞാൻ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് റെമ്യൂണറേഷൻ ആയിട്ട് കിട്ടുന്ന സാലറി എന്നല്ല ഞാൻ വിളിക്കുന്നത്, നമ്മൾ ഡയറക്ടേഴ്സ് ഫീസ് എന്ന് വിളിക്കും. സോ അത് എവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. ദെൻ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. നമ്മൾ അണ്ടർ റൈറ്റിംഗ് മീൻസ് നമ്മൾ ഷെയറുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് അണ്ടർ റൈറ്റിംഗ്. സോ ആ ഷെയർ അണ്ടർ റൈറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ is taxable under the income from other sources. Next one is royalty. What do you mean by royalty? ഇപ്പം ഞാനൊരു എന്തെങ്കിലും പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് അതിന്റെ അവകാശം എനിക്ക് ലഭിക്കുന്ന ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ റോയൽറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഒരു പാട്ട് എഴുതി, ഞാൻ ആ പാട്ട് പാടി, ആ പാട്ട് വേറൊരാൾക്ക് പാടണമെങ്കിൽ എനിക്ക് റോയൽറ്റി കിട്ടണം. ഐ യു ക്ലിയർ? സോ അതിനെയാണ് നമ്മൾ അത് ഏത് ഹെഡിലാണ് നമ്മൾ എഴുതുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസ്. ദെൻ റെന്റ് വിച്ച് ഇസ് റിസീവ്ഡ് ഫ്രം എനി അതർ ഇൻകം ഫ്രം any other head of income. അതായത് റെന്റ്, നമുക്ക് റെന്റ് റിസീവ് ചെയ്തു, ബട്ട് when it is not റെന്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ അവിടെ എഴുതും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അത് അല്ലാതെ വേറെ എന്ത് റെന്റ് ആണെങ്കിലും it is taxable under the head income from other sources. Next one is non agriculture rent. Rent from agriculture land അല്ല, non agriculture rent from agriculture land. agriculture land നിന്ന് കിട്ടുന്ന ഇൻകം ആണെന്നുണ്ടെങ്കിൽ it is exempted ആണ്.
ബട്ട് ഇത് റെന്റ് ഫ്രം അഗ്രികൾച്ചർ നോൺ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ, അഗ്രികൾച്ചർ ചെയ്യാത്തൊരു ലാൻഡിൽ നിന്നാണ് എനിക്ക് റെന്റ് കിട്ടുന്നതെങ്കിൽ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ഹൗസ് പ്രോപ്പർട്ടി, it is taxable under the head income from other sources. Next one is income from subletting. അപ്പോ what do you mean by letting? Letting എന്ന് വെച്ചാൽ എൻ്റെ വീട് വാടകയ്ക്ക് കൊടുക്കുക. അപ്പോൾ subletting എന്ന് പറയുന്നത്, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു വീട്ടില് വാടകയ്ക്ക് താമസിക്കുകയാണ്, ഒരു വലിയൊരു പോർഷൻ ഉള്ള വീട്ടില്. അപ്പോൾ ഒരു 1/4 അതിന്റെ ആ വീടിന്റെ 1/4 ഞാൻ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് എനിക്ക് ഞാൻ എന്താ പറയുന്നത്, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. ഇപ്പൊ ഞാനൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്, ഞാൻ ആ പോർഷൻ വീട്ടിലെ ഒരു 1/4 പോർഷൻ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. സോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഇൻകം ഫ്രം സബ്ലെറ്റിംഗ്. ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. റെന്റ് ഫ്രം ലാൻഡ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെന്റ് ഫ്രം ലാൻഡ്. അഗ്രികൾച്ചറൽ ഇൻകം ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. So അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അഗ്രികൾച്ചറൽ ഇൻകം സിറ്റുവേറ്റഡ് ഫ്രം ലാൻഡ് സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻകം is taxable under the head income from other sources. Next one is income from markets, ferries, etc. Ferry എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കടത്ത് വള്ളങ്ങളെയാണ് നമ്മൾ ഫെറി എന്ന് വിളിക്കുന്നത്. സോ അങ്ങനെ അതിൽ നിന്ന് എനിക്ക് ഇൻകം കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും മാർക്കറ്റ്സിൽ നിന്നും എനിക്ക് കച്ചവടം ചെയ്ത് എനിക്ക് ഇൻകം കിട്ടിയാൽ it is taxable under the head income from other sources. Notify it is അത് നമ്മുടെ ബിസിനസ് ആയിരിക്കരുത്. ബിസിനസ് ആണെങ്കിൽ നമ്മൾ ഏത് ഹെഡിൽ ടാക്സബിൾ ചെയ്യും, ഇൻകം ഫ്രം ബിസിനസ്. Next one is interest from unrecognized provident fund. As we all know that we have 4 classification of provident fund: recognized provident fund, unrecognized provident fund, public provident fund and statutory provident fund. അതിൽ unrecognized ഏത് provident fund ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. സോ ഇവിടെ URPF എന്ന് പറഞ്ഞാൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് is taxable under the head income from other sources. Next one is salary of MP or MLA. MP or MLA is salary is exempted. Okay. Salary from MP or MLA അത് നമ്മൾ exempted ഇൻകത്തിൽ പഠിക്കുന്നതാണ്. MP or MLA സാലറി നമ്മൾ exempted ആണ്. ബട്ട് നമ്മൾ അത് ഏത് ഹെഡിലാണ് കാണിക്കുന്നത്, ഏത് ഐറ്റം exempted ആണെങ്കിലും നമ്മൾ ഒരു പർട്ടിക്കുലർ ഹെഡിൽ കാണിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ സാലറി MP or MLA സാലറി എന്ന് പറയുന്നത് exempted ആണ്. ബട്ട് ഇറ്റ് ഇസ് noted under the head income from other sources. Next, any casual income. ഇതവിടെ നിൽക്കട്ടെ, ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. What do you mean by casual income? Unexpected income, any income which is received by an individual which is unexpected in nature. For example, winnings from lottery, crossword puzzles, gambling, card game, etc. The examples of casual income. ഇതിൽ നിന്ന് കിട്ടുന്ന income is taxable under the head income from other sources. Next one is income from undisclosed source. Income from undisclosed source. അത് എനിക്ക് ഡിസ്ക്ലോസ് പ്രത്യേകിച്ച് സോഴ്സ് ഒന്നും അല്ല, എനിക്ക് അതിന്റെ സോഴ്സ് ഒന്നും പ്രത്യേകിച്ച് കാണിക്കാൻ പറ്റത്തില്ല. ബട്ട് എന്നാൽ അതിന്റെ അക്കൗണ്ട്സിൽ കാണിക്കുകയും വേണം. എനിക്ക് ഇൻകം ടാക്സ് അതോറിറ്റിയെ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് അറിയിക്കണം. അത് നമുക്ക് റെക്കോർഡ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ ഇറ്റ് ഇസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. നെക്സ്റ്റ് വൺ ഇസ് ഫാമിലി പെൻഷൻ. പെൻഷൻ റിസീവ്ഡ് ബൈ ഫാമിലി മെമ്പേഴ്സിനെയാണ് നമ്മൾ ഫാമിലി പെൻഷൻ എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യം നോക്കാനുണ്ട്. Okay, then dividend from an Indian company or foreign company or cooperative society. നമുക്കറിയാം dividend from an Indian company is exempted up to rupees 10 lakhs. 10 lakh വരെ എന്താണ് dividend received from an Indian company is exempted ആണ്. But dividend received from a cooperative society or foreign company is taxable under the head income from other sources. ഇതിന്റെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. Then income from plant, machinery, etc. ഇപ്പം ഇതെന്റെ ബിസിനസ് അല്ല, ഞാൻ എന്റെ പ്ലാൻ മെഷീനറി റെന്റിന് കൊടുക്കുക. സോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ബട്ട് അതിന്റെ ബിസിനസ് ആണോ അല്ല. സോ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം is taxable under the head income from other sources. Then composite lending. What do you mean by composite lending? അതായത് ഞാൻ എൻ്റെ ബിൽഡിങ്ങിനോടൊപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഞാൻ എൻ്റെ ഓഡിറ്റോറിയം റെന്റിന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണം നടത്താൻ വേണ്ടി ഞാൻ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ പ്ലാന്റും മെഷീനറിയും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. സോ പ്ലാന്റിന്റെയും മെഷീനറിയുടെയും റെന്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്താണോ എടുക്കാൻ പറ്റുന്നത്? അല്ല, നമ്മൾ ഇതിന്റെ മൊത്തത്തിലുള്ള ഇൻകം ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമ്പോസിറ്റ് ലെറ്റിംഗ്. That means letting of building along with plant and machinery, and the rent of plant and machinery is not separable.
This is known as composite letting. ഞാൻ നിങ്ങളോട് പറയാം letting of building along with plant and machinery furniture, but the rent of plant and machinery furniture is not separable. അതിന്റെ rent നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് composite letting, and it is income from composite letting is taxable under the head income from other sources. Next one is key man insurance policy. That's an important point. Key man insurance policy in the an insurance policy which is taken by the employer for the employee. Employee ki vendi employee edukkunna insurance policy aanu nammal ennu vilikkunathu key man insurance policy. Are you clear? So അത് employee ki വേണ്ടിയാണ് എടുക്കുന്നത്. അത് employee ki കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ amount employee ഏത് ഹെഡിലായിരിക്കും കാണിക്കുന്നത് income from other sources. Next one is, and last one is gift exceeding rupees 50,000 received without consideration by an individual or relative from or an HUF from a relative. Gift amount of gift exceeding rupees 50,000. Gift in the value 50,000 il കൂടുവാണെന്നുണ്ടെങ്കിൽ which without consideration നമ്മൾ amount ഒന്നും കൊടുക്കാതെ അതാണ് payment ഒന്നും ഇല്ലാതെ വാങ്ങുന്നതിനെയാണ് without consideration എന്ന് വിളിക്കുന്നത്, which is received by an individual or HUF from a relative. ഇതിന്റെ ഒരു ചെറിയ പോർഷൻ നമുക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. So these are the incomes which is taxable under the head income from other sources. ഇത്രയും points നിങ്ങൾ കാണാതെ പഠിക്കുക. Then എങ്കിൽ മാത്രമേ ആ പർട്ടിക്കുലർ ഇൻകം ആ പർട്ടിക്കുലർ ഐറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റൂ അത് ഏത് ഹെഡിലാണ് വരുന്നത് ഇൻകം ഫ്രം other sources. So that's all about today's lecture. This is Asha SP signing off from Bosco Campus Vision.